ഇപ്പം എവിടെ നോക്കിയാലും ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസിൽ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് മുഴുവൻ. അപ്പോൾ ആരാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ? നിങ്ങൾക്കിത് നേരത്തെ അറിയില്ലെങ്കിൽ, അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ജൂയിഷ് ബില്യണർ ആയിട്ടുള്ള ഒരാളാണ്. ഇയാളുടെ ഹിസ്റ്ററി എടുത്താൽ തന്നെ മുഴുവൻ കുഴപ്പങ്ങളാണ്. ഒരു കോളേജ് ഡിഗ്രി പോലും ഇല്ല, എന്നിട്ട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡാൾട്ടൺ സ്കൂളിലെ മാത്സ് ടീച്ചറാണ് ഇയാൾ. ടീച്ചർ ജോലി വിട്ട് പിന്നെ നേരെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആവുകയാണ്. ഇൻവെസ്റ്റ് ചെയ്ത എന്തെങ്കിലും ഒരു സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡ് ഉണ്ടോ? അതുമില്ല. എന്നിട്ട് പോലും ബില്യണർ ആയിട്ടുള്ള വേറെ കുറേ ആൾക്കാർ ഇയാളെ വിശ്വസിച്ചിട്ട് പൈസയൊക്കെ ഇയാളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഇയാൾ ഭയങ്കര പവർഫുൾ ആയിട്ട് ഒരാളായിട്ട് മാറുകയാണ്. പ്രശ്നങ്ങൾ തുടങ്ങുന്നത് 2005 ഫ്ലോറിഡയിലാണ്. അവിടെ ഒരു പെൺകുട്ടി, 14 വയസ്സുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു സീക്രട്ട് പുറത്തു വിടുകയാണ്. എന്നെ പൈസ തന്നിട്ട് മസാജസിന് ഒരാൾ ക്ഷണിക്കുന്നുണ്ട്, എന്നെ അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്നു. ആ ആളാണ് നമ്മുടെ ജെഫ്രി എപ്സ്റ്റീൻ. അങ്ങനെ ആ കോടതി കേസ് എടുക്കുന്നു. അവസാനം 2008 വിധി വരികയാണ്. 18 മാസം ശിക്ഷയ്ക്ക് വിധിക്കണം. എന്തിനാണ്? മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ. അപ്പോൾ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തിട്ട് വെറും 18 മാസം ഉള്ളോ എന്ന് നമ്മൾ ചിന്തിക്കും. അവിടെ ഈ ജഡ്ജ്മെൻറ്റിൽ വിധി പ്രസ്താവിക്കുന്ന ജഡ്ജ് ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹി ബിലോങ്സ് ടു ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻ്റലിജൻസ് ഏജൻസീസ് ആയിട്ടുള്ള അമേരിക്കയുടെ CIA, ഇസ്രായേലിൻ്റെ മൊസാഡ്, MI6 അങ്ങനത്തെ കുറേ സംഭവങ്ങളില്ലേ, അതിലെ പാർട്ടാണ് ഇയാൾ എന്നുള്ളൊരു കാര്യം അന്ന് തന്നെ പുറത്ത് വന്ന കാര്യമാണ്. അപ്പോൾ ഇയാളുടെ ചെറിയ കളികളല്ല, എന്തൊക്കെയോ സംതിങ് ബിഗ് ഈസ് ഗോയിങ് ഓൺ എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. പിന്നെ ഒരു 10 കൊല്ലം നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് 2018 വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ജൂലി കെ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ മയാമി ഹെറാൾഡ് എന്നുള്ള ന്യൂസ് പേപ്പറിൽ വലിയൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ആർട്ടിക്കിൾ എഴുതുകയാണ് എപ്സ്റ്റീനെ കുറിച്ച്. അതിൽ പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല 2008 നടന്നത്, ഇയാൾ ഒരു സീരിയൽ ഒരു അബ്യൂസറാണ്, 60 വിറ്റ്നസ് ഇയാൾക്കെതിരെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു എക്സ്പ്ലോസീവ് വാർത്ത പുറത്തുവിടുന്നു. ഈ വാർത്തയെ തുടർന്ന് വീണ്ടും കേസ് എടുക്കുകയാണ് പോലീസുകാർ. ജൂലൈ 2019 ഇയാൾ അറസ്റ്റ് ചെയ്യുന്നു. ഓഗസ്റ്റ് 2019 ജയിലിൽ സൂയിസൈഡ് ചെയ്യാണ് ഇയാൾ. ജയിലത്തെ കാര്യമാണെങ്കിൽ കോമഡി. CCTV വർക്ക് ചെയ്യുന്നില്ല. ഗാർഡ്സ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഗാർഡ്സ് ഉറങ്ങി എന്നുള്ള എക്സ്ക്യൂസ് ആണ് പറയുന്നത്. സെല്ലിൽ 2 പേരുണ്ടാവും. ആ ഒരാളെ നൈസായിട്ട് തലേ ദിവസം അവർ ആ സെല്ലിൽ നിന്ന് മാറ്റി ഇയാളെ ഒറ്റയ്ക്ക് ഇട്ടു. ഇയാൾ മരിച്ചതാണോ ഇയാളെ കൊന്നതാണോ എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഇയാളെ മരിച്ചതിന് ശേഷമാണ് ഇയാൾ പീഡിപ്പിച്ച പല ആൾക്കാർ കേസ് കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ അറിയുന്നത്. ഇയാൾക്ക് എപ്സ്റ്റീൻ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് സെൻറ്റ് ജെയിംസിലൊരു ഐലൻഡ് ഉണ്ടെന്നും അവിടെ ഈ സെക്സ് പാർട്ടീസ് ഒക്കെ നടത്തി ഈ ലോകത്തിലുള്ള പല സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ബില്യണർ ആയിട്ടുള്ള ആൾക്കാർ, ബിസിനസ് ആരായിട്ടുള്ള ആൾക്കാർ, പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരിനൊക്കെ വിളിച്ച് വരുത്തി ഇങ്ങനത്തുള്ള പല ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തിയെന്നും അത് വെച്ച് ഇയാൾ ബ്ലാക്ക് മെയിലിംഗ് ഒരു റിങ് തന്നെ, ഒരു ഓപ്പറേഷൻ തന്നെ ഇയാൾ നടത്തുകയാണെന്നുള്ള കാര്യം പുറത്തു വരും.